نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിൽ യഥാവിധി പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്ക് സുപരിചിതമായ സൂറത്തുൽ കഹ്ഫിലെ ഒരു ചെറിയ പ്രധാന വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. സഹോദരങ്ങളെ, എല്ലാ ആളുകൾക്കും പുതിയ പുതിയ അനുഭവങ്ങൾ ഇഷ്ടമാണ്. പുതിയ കാഴ്ചകൾ കാണുക, പുതിയ ആളുകളെ പരിചയപ്പെടുക, പുതിയ വാർത്തകൾ കേൾക്കുക, അങ്ങനെ നോക്കിയാല് എല്ലാ രംഗത്തും പുതുമ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയതാകുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു പുതുമയെ സ്വീകരിക്കാനിരിക്കുകയാണ് നമ്മൾ. അത് യഥാർത്ഥത്തിൽ നമ്മുടെ മരണ സമയത്തോടുകൂടെയാണ് തുടങ്ങുക. മലക്കുകള് വരുന്ന അത്ഭുതകരമായ ഒരു അനുഭവം
ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കാനിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഒരാളും ഒഴിവല്ല. ഈ അനുഭവത്തെ കൂടുതൽ ആനന്ദകരമാക്കാൻ, സ്വാദിഷ്ടകരമാക്കാൻ എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നത് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എക്കാലത്തും മനുഷ്യന് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു വിഷയമാണ് മരണം എന്ന് പറയുന്നത്. നമുക്കത് ചിന്തിക്കാൻ സമയമില്ല എന്നതാണ് ഒരു കാര്യം. അള്ളാഹുവിന്റെ ഹബീബ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ അടക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജന്നത്തുൽ ബഖീൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഖബറിന്റെ പണി പൂർത്തിയായില്ല. ജനാസ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഖബർ പണി നടന്നുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ലിൽ കയറിയിരുന്നു. സ്വഹാബികൾ ചുറ്റുപാടും ഇരുന്ന് ഒരു കമ്പെടുത്തിട്ട് മണലിൽ ഒരു വലിയ വരം കണ്ടു വരച്ചു. ആ വരക്ക് കുറുകെ ചെറിയ ചെറിയ വരകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ നീണ്ട വര നമ്മുടെ സ്വപ്നങ്ങളാണ്, ആഗ്രഹങ്ങളാണ്. ഈ ചെറിയ ചെറിയത് പറഞ്ഞല്ലോ, അത് ഈ നീണ്ട സ്വപ്നങ്ങളുടെ തിരശീലയാണ്, അഥവാ മരണമാണ്. ഏതൊരു മരണവും 1000 സ്വപ്നങ്ങളുടെ അവസാനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മരണത്തിന്റെ ഓർമ്മ ചിന്തകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. ഒരാൾക്ക് മരണചിന്ത വർദ്ധിക്കും തോറും ജീവിതം അയാൾക്ക് ഒരു ഹയവീയത്ത് കൊടുക്കും. മനസ്സിന് എപ്പോഴും ഒരു പുതുമത്വം കിട്ടും. അവന്റെ മരണത്തിന് അവനൊരു ലഘുത്വം കിട്ടും, ഒരു എളുപ്പം കിട്ടും. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി. പ്രിയരെ, അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ആരെയും കാത്തു നിൽക്കാതെ കഠിനാധ്വാനം ചെയ്യണം ഞാനും നിങ്ങളും. കാരണം മരണത്തിന്റെ ആദ്യ നിമിഷം മുതൽ തീർത്തും നമ്മൾ ഒറ്റക്കാണ്. ഒറ്റപ്പെട്ടു പോകുന്ന രംഗങ്ങൾ ഈ ലോകത്ത് നോക്കിയേ. നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ സങ്കടങ്ങളിലൊക്കെ ആരെങ്കിലും ഒരാളുണ്ടാവും, ആരില്ലാത്ത ഒരാളുണ്ടാവില്ലല്ലോ. പക്ഷെ മരണത്തോടെ നമ്മൾ തനിച്ച, പിന്നീട് അങ്ങോട്ട് ബർസഖും എല്ലാം ഒറ്റക്ക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ അഹ്സനുഹും ഖുലുഖ. മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായവൻ ആരാന്നറിയോ? ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ, നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. അയ്യുൽ മുഅ്മിനീന അഖിയസ്, ഏറ്റവും ബുദ്ധിമാനായ മുഅ്മിനാരാ? അക്സറുഹും ലിൽ മൗതി ദിക്റ, കൂടുതൽ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നവനാണ്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈകൽ അഖിയാസ്, മരണാനന്തര ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി തയ്യാറാകുന്നവനാണ്, അതിനൊരുങ്ങുന്നവനാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി, ആരാണ് ബുദ്ധിമാൻ? നമ്മൾ അതിന്റെ മുമ്പ് ചിന്തിക്കേണ്ടതറിയാം, നമ്മൾ എവിടെ വെച്ച് മരിക്കണം, എന്താണ് നമ്മുടെ സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അവിടേക്ക് നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരും. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇദാ ഖലല്ലാഹു ലി അബ്ദിൻ അൻ യമൂത് ബിഅർദിൻ ജഅല ലഹു ഇലൈഹി ഹാജ. നമ്മൾ എവിടെ വെച്ചാണോ മരിക്കേണ്ടത് ആ സ്ഥലത്തേക്ക് നമുക്ക് പടച്ചോൻ എന്തെന്നറിയാം, ആ സമയമായാൽ ഒരു ആവശ്യം അവിടേക്ക് ഉണ്ടാക്കി. എന്തിനാണ് അയാള് അവർക്ക് മരിക്കാൻ പോയി എന്ന് നമുക്ക് തോന്നും, പക്ഷെ ആ സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കും. അവിടെ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മൾ ഈ വാക്കും ശരിക്കും പഠിക്കണം. നമ്മൾ ഓരോരുത്തരും മരണം എന്ന് പറയുമ്പോൾ തന്നെ എന്തിനാണ് അത് ചിന്തിക്കണം, ഓർക്കണം എന്ന് പറയണമെന്നറിയാം. അവിടെ ബുദ്ധിമാൻ എന്ന് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും എന്റെ അവസാനത്തെ മൂമെന്റ് ആണ് എന്നുള്ള ബോധ്യം നമുക്ക് വരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്തൊരു പോസിറ്റിവിറ്റി നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആ ചിന്ത. എന്താണ്? ഓരോ നിമിഷങ്ങളും ഞാൻ ജീവിക്കാൻ തുടങ്ങിയിരിക്കപ്പോ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പെർഫെക്ഷൻ കടന്നു വരും. പറഞ്ഞത്
നീ മരണം ഒന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം എങ്കിൽ ജീവിതത്തിൽ നിനക്ക് ഒരുപാട് നല്ല അവസ്ഥകൾ വരും. എന്ന് വെച്ചാൽ മരിക്കാൻ ഭയമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാള് ജീവിക്കാൻ വല്ലാത്തൊരു ധൈര്യമായിരിക്കും അയാൾക്ക്. ലോകത്തിന്റെ ചില ദിക്കുകളൊക്കെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. മരിക്കാൻ പേടിയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് മരിച്ചാൽ ഇന്നതാണ് അവസ്ഥ എന്ന് പറയണം. അയാളാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ധൈര്യശാലി. അപ്പൊ മരണത്തെ ധാരാളം ഓർക്കാൻ പറഞ്ഞത് നമ്മളെ ഭയപ്പെടുത്താനോ നമ്മളെ തളർത്താനോ അല്ല. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ചില ഓഫീസുകളിൽ നമ്മൾ വർക്കുകൾ ചെയ്യുമ്പോൾ വർക്ക് പറഞ്ഞ സമയത്ത് തീരാതിരിക്കുന്ന വേളയിൽ പെട്ടെന്ന് ഓഫീസ് മേധാവികൾ ഒരു ഡെഡ് ലൈൻ അവർക്ക് കൊടുക്കും. ആ തരുന്നത് എന്തിനാ? പേര് തന്നെ ഡെഡ് ലൈൻ എന്നാണ്. ആ തരുന്നത് തന്നെ നമ്മളെ കൂടുതൽ ആക്റ്റീവാക്കി പറഞ്ഞ സമയത്ത് പറഞ്ഞ പടി തീർക്കാനാണ്. മരണം നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുമെന്നത് അല്ലെ എന്നാണെന്നത് വളരെ ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ മരണത്തിന് മാത്രമേ ഉറപ്പുള്ളൂ. ജീവിതത്തിന്റെ കാര്യങ്ങൾ നോക്കിയേ. ജീവിതത്തിൽ ഒരു ഉറപ്പില്ലല്ലോ, ഒരു ഗ്യാരണ്ടി ഇല്ല. ചിലർ ജയിക്കും, ചിലർ തോൽക്കും. ചിലർക്ക് അധികാരം കിട്ടും, ചിലർക്ക് അധികാരം കിട്ടില്ല. പണ്ട് നമ്മളൊരു ചെറിയ കുട്ടി, നിങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും, അവൻ എന്തോ ഒരു വലിയൊരു മാജിക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ശരിയാതായിരുന്നപ്പോ പറഞ്ഞില്ലേ, ചിലരുടേത് ശരിയാവും, ചിലരുടേത് ശരിയാവൂല. അതന്നെയാണ് നമ്മുടെ ജീവിതം. ചിലരത് ജയിക്കും, ചിലത് തോൽക്കും. എന്നാൽ മരണം അതിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാ. നമ്മൾ ആരായാലും അവസാനം മലക്കുൽ മൗത്തിന്റെ ലിസ്റ്റിലെ ഒരാളാണ് നമ്മള്. നമുക്ക് പേരും അങ്ങനെ തന്നെയാണ് വരിക. എന്താ നമ്മുടെ പേര്? മയ്യിത്ത് എന്ന പേരില്ലാത്ത ഒരാളുമില്ലല്ലോ. ഇത്ര വേഗം കൊണ്ടാണെന്നറിയോ മയ്യിത്ത് എന്നുള്ള പേര് വരിക? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു മരണത്തിനാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ബന്ധുവായ ഒരാള് അത്ര നേരം, ഒരു സെക്കൻഡ് ആയില്ല, ഒരു മിനിറ്റ് ആയില്ല, മരിച്ചു റൂമിന്ന് പുറത്തു വന്നപ്പോ പുറത്തുക്കണ ഒരാൾ ചോദിച്ചൊരു ചോദ്യം അറിയാം, മോനെ നമുക്ക് ഇനി എപ്പോഴാണ് മയ്യത്ത് എടുക്കേണ്ടതെന്ന് ചോദിച്ചു. അതുവരെ എന്റെ ഉമ്മ എന്ന് വിളിച്ചവരെ തൊട്ടടുത്ത നിമിഷം നമ്മൾ വിളിക്കാൻ പോകുന്നത് മയ്യത്ത് എന്ന പേരാണ്. ഇന്ത്യക്കിടക്ക് ആ പേര് നമ്മൾ അറിയണ്ടേ? എല്ലാവർക്കും ഒരു അജലുണ്ട്. ആ അജലെത്തിയാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. സമയമായാൽ പ്രത്യേക കാരണം അള്ള ഉണ്ടാക്കി തരുമെന്ന് മാത്രം. ആ ചിന്ത കൊണ്ടുണ്ടാകുന്ന എന്തറിയോ ഒരു സംഗതി, നമ്മൾ അഹങ്കാരികളാവില്ല. ഈ റോമൻ ചരിത്രത്തില് റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ചരിത്രങ്ങളൊക്കെ പഠിച്ച ആളുകൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശക്തിയായ റോമൻ സാമ്രാജ്യം. ആ സാമ്രാജ്യത്തില് ഒരു വിചിത്രമായ ഒരു ആചാരം പറഞ്ഞിട്ട് വായിച്ചിട്ടുണ്ട്. വലിയ വലിയ വിജയങ്ങൾ നാട്ടിൽ കീഴടക്കിയിട്ട് സൈന്യം നാട്ടിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോ ആ വിക്ടറി പരേഡുകൾ നടക്കുന്ന വേളയിൽ ആളുകളുടെ കരഘോഷങ്ങൾ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ അതിന് നേതൃത്വം കൊടുത്ത ആ ആർമി കമാൻഡറുടെ കൂടെ ഒരു ഭടനുണ്ടാവുന്നതാണ്, ഒരു പട്ടാളക്കാരനുണ്ടാവും. അവരുടെ ആചാരം അനുസരിച്ച് അതിന് മെമന്റോ മെറി എന്നാണ് അത് ആചാരത്തിന്റെ പേര്. ഈ പട്ടാളക്കാരൻ ആർമി കമാൻഡറുടെ ചെവിയിൽ എപ്പോഴും ഒരു വാക്ക് പറയും, നിങ്ങൾ മനുഷ്യനാണ് കേട്ടോ. ഇതാണ് വാക്ക്, നിങ്ങൾ മനുഷ്യനാണ്, നിങ്ങൾ മരിക്കും കേട്ടോ എന്നിങ്ങനെ ഇയാളുടെ ചെവിയിൽ അടിക്കടിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തിയിട്ട് അധികാരത്തിന്റെ സോപാനത്തിൽ എത്തി നിൽക്കുമ്പോ സ്വാഭാവികമായും നമ്മൾ അറിയാതെ ഒരു അഹങ്കാരത്തിന്റെ ലാഞ്ചന കടന്നു വരുമ്പോ അരുത് കേട്ടോ എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഏത് സമയത്തും നമ്മെ തേടിയെത്താൻ സാധ്യതയുള്ള അതിഥിയെ പ്രതീക്ഷിച്ചുകൊണ്ടാവണം സദാ നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങൾ ഒരു കരിങ്കൽ കോട്ടകളിലാണെങ്കിൽ, ചരിത്രങ്ങളിൽ കരിങ്കൽ കോട്ടകൾക്ക് സ്ഥാനമുണ്ട്. ചില ഭരണാധികാരികളുടെയൊക്കെ കരിങ്കൽ കോട്ടകൾ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ മതി. ഇന്നത്തെ കരിങ്കൽ കോട്ട ഏതായിരിക്കാം? ഒരുപക്ഷെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുള്ള
ഒരു ഡോക്ടറുടെ റൂമായിരിക്കും. ചിലപ്പോൾ എന്തെല്ലാം സംവിധാനം ഉണ്ടെങ്കിലും പൾസ് താഴുന്നൊരു രംഗമുണ്ട്. പ്രിയരെ, യഥാർത്ഥത്തില് നമ്മൾ കേൾക്കുന്ന ഓരോ മരണ വാർത്തയും ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ മരണത്തെയാണ്. അതാണല്ലോ ഒരു മുസീബത്ത് കേൾക്കുമ്പോ നമ്മൾ പറയേണ്ട വാക്കെന്താ? ശാന്തായി ആലോചിച്ച് നോക്ക്. ഏതൊരാളുടെ മരണം കേൾക്കുമ്പോൾ നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ അർത്ഥം? ഇന്നാ ലില്ലാഹി, നമ്മളിലേക്കാ ചേർക്കണ്. ആ മരണമായിട്ടല്ല നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. നമ്മളൊക്കെ പഠിച്ചോണ്ടതാട്ടോ. നമ്മളും അള്ളാഹുവിങ്കിലേക്കാട്ടോ മടങ്ങി ചെല്ലേണ്ടത് എന്ന് നമുക്ക് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കാൻ ഒക്കെ ഒരു പ്രസിദ്ധമായ ഖബറിസ്ഥാനിലെ എഴുതി വെച്ച ഒരു കല്ലിൽ എഴുതിയ ഒരു പ്രസിദ്ധമായ വാക്ക് വായിച്ചതാണ്. നിന്റെ മേലേക്ക്, നീ എന്റെ മേലേക്ക്, ആ കബറാളി പറയാണ്, കല്ലിൽ നിന്ന് എഴുതി വെച്ചിരിക്കുക, നീ എന്റെ മേലേക്ക് ഒരു ഞെട്ടലോട് കൂടെ നോക്കണ്ട. ഞാൻ ഇന്നലെ നീ നിന്ന അതേ സ്ഥലത്ത് നിന്ന് മറ്റൊരു കബറിലേക്ക് നോക്കി ഞെട്ടിയിരുന്നു. നാളെ നിന്റെ കബറിലേക്ക് നോക്കിയിട്ട് മറ്റൊരാള് ഞെട്ടും കേട്ടോ. പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സൊക്കെ പോകാത്ത ചില അടയാളങ്ങൾ ഉണ്ടല്ലോ. സഹോദരൻ കൂട്ടുകാരൻ മരണപ്പെട്ടിട്ട് അവന് വേണ്ടി കബറ് കുഴിക്കാൻ പോയ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ കബറ് പണി തീരുന്നതിന് മുമ്പ് ആ പള്ളിക്കൊടിയിൽ തന്നെ തളർന്ന് വീണ് മരിച്ച് അവൻ കുഴിച്ച അതേ കുഴിയിൽ തന്നെ അവരെ അടക്കം ചെയ്യുന്ന ഒരു രംഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരുപാട് സംഗതികൾ ഇതിലേക്ക് പറയാനുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഇങ്ങനെ രണ്ട് വാക്ക് പറഞ്ഞെന്തിനറിയാമോ? മരണവും മരണാനന്തരവും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മിൽ എത്ര പേരുണ്ട്, ഞാൻ ഈ പറയുന്ന വാക്ക് അങ്ങനെ ചേർത്തി വെക്കണേ, നമ്മിൽ എത്ര പേരുണ്ട് മരണത്തെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞവർ, മരണാനന്തരം ഓർത്ത് കരഞ്ഞവർ, സ്വർഗവും നരകവും ഒക്കെ ചിന്തിച്ചവര്? കൂട്ടരെ, മരിക്കുമെന്നറിയാം, പോകാൻ ഒരുങ്ങിയോ? മരണത്തിന് വേദനയുണ്ടെന്നറിയാം, എളുപ്പമാവാൻ നമ്മൾ എന്താ ചെയ്തത്? ഖബറുണ്ടെന്നത് സത്യമാണ്, കൂടെ കൂട്ടാൻ അമലുകൾ എവിടെ? ഖബർ ചോദിക്കുമെന്നറിയാം, ഉത്തരം പറയാൻ നമുക്ക് കഴിയോ? മഹ്ശറയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? ദാലികൽ യൗമുൽ ഹഖ്, അത് ഹഖായ ദിവസമാണ്. ഇത് നമ്മൾ കാണാതെ പോയോ? ഒരു പ്രസംഗത്തിന് പറഞ്ഞതല്ല, കൂട്ടത്തിലെല്ലാവരും, നമ്മളുടെ എല്ലാവരും അനുഭവിക്കേണ്ടതാണല്ലോ മരണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നമ്മളെല്ലാവരും അനുഭവിക്കണം. ആ അനുഭവം എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ. അതാണ് തൗബ ചെയ്യാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ തൗബ ചെയ്തോളൂ. ഒരുങ്ങാനുണ്ടെങ്കിൽ ഒരുങ്ങിക്കോളൂ, എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളൂ. യാത്ര ഉറപ്പാണ്. എന്താ അങ്ങനെ പറഞ്ഞെന്നറിയോ? തമ്മിൽ തെറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ, ആര് തമ്മിലാ തെറ്റുക? നിങ്ങളും ഞാനും തമ്മിൽ തെറ്റില്ലല്ലോ. കാരണം നമ്മൾ ഈ കാണുന്ന കാഴ്ചയേ ഉള്ളൂ. കുടുംബക്കാരും അടുത്തവരാണല്ലോ തമ്മിൽ തെറ്റുക. ആ തെറ്റ് തീർക്കാൻ അധികം സമയം നമ്മൾ വൈകിക്കണോ? കഴിയട്ടെ, ഇത്ര നന്നായിക്കോളും, ഇത്ര ധൃതി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുമോ? അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോന്നെടുത്തു നോക്കിയാൽ നമ്മൾ ഈ ലോകത്ത് കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ട് എന്നതിന്റെ യഥാർത്ഥ തെളിവെന്താണ്? കുറച്ചായാലും കൂടുതലായാലും നാം വാങ്ങിക്കൂട്ടിയ സമ്പത്താണ് നമ്മുടേതെന്ന് നാം അഭിമാനത്തോടുകൂടി പറയുന്ന നമ്മുടെ അരുമ മക്കളാണ്, അല്ലെ? ഭൗതികമായി നാം ജീവിച്ചു എന്നതിന്റെ തെളിവായി നമ്മൾ ഇതാണ് കരുതാറുള്ളത്. അതിനെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? ഞാൻ ഓതി വെച്ച ആയത്തതാ. അൽമാലു വൽ ബനൂന, സമ്പത്തും മക്കളും സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ സീനത്താണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. എന്തിനാണ് സീനത്ത് എന്ന് പറയാ? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു പറയുന്നത് മക്കളെ സ്വത്ത് എന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കൂടുതൽ സമയവും ഒരാൾ ചെലവഴിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്.
അല്ലേ? നിങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കണത്? നിങ്ങളുടെ പടി എന്താന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സ്വത്ത് അല്ലെങ്കിൽ മക്കളിലേക്കാണ് നമ്മൾ ചേർക്കുക. അവിടെ റബ്ബ് പറഞ്ഞെന്തറിയോ? ഇതാണ് ദുനിയാവെന്നല്ല, ഇത് ദുനിയാവിന്റെ സീനത്താണ്, അലങ്കാരമാണ്. അറബിയില് സീനത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങാൻ നിൽക്കുക. അപ്പൊ ആ ഷോപ്പിന്റെ ഉദ്ഘാടനം നടക്കുന്നതിന്റെ തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നറിയോ? അവിടെ കുറച്ച് വെളിച്ചങ്ങളും തോരണങ്ങളൊക്കെ നമ്മൾ കേട്ടും. ആ തോരണത്തിനും ആ വെളിച്ച വിളക്കുകൾക്കൊക്കെയാണ് എന്ത് പറയാന്നറിയോ? ആ ചെറിയ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അതിനാണ് അറബിയിൽ സീനത്ത് എന്ന് പറയുക. അത് എത്ര ദിവസം കിട്ടുക? എല്ലാ ദിവസവും ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയാ? ഒക്കെ കഴിഞ്ഞാൽ ഈ ചിങ്ങായിക്ക് അയച്ചുകൂടെ എന്നല്ല ചോദിക്കുക. ഇതാണ് സീനത്ത്, അതല്ല ജീവിതം. മറിച്ച് സീനത്ത് എല്ലാ കാലത്തേക്കുമുള്ളതല്ല. നമുക്കുള്ളത് നാം ചെയ്തു വെക്കുന്ന അമലുകളാണ്. അതെങ്ങനെ നീണ്ടു നിൽക്കുന്ന അമലുകൾ കിട്ടണം. നോക്കി, ഞാനൊരു പ്രസംഗത്തിന് വേണ്ടി പറഞ്ഞ വാക്കുകളല്ല, മറിച്ച് പല പ്രസംഗങ്ങളിലായി നമ്മൾ കേട്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ മരിക്കുന്നതോടുകൂടി 3 സംഗതികൾ അവസാനിക്കുന്ന പറഞ്ഞത്. ഒന്നെന്തറിയാമോ? ഒന്ന് നമ്മുടെ അമല്, ഒന്ന് വലതുൻ സ്വാലിഹുൻ, അല്ലെ? മറ്റൊന്ന് സദഖത്തുൻ ജാരിയ. നിങ്ങളൊന്ന് അനങ്ങി ഒന്ന് ഇരിക്കണോടത്തൊന്ന് കയ്യും കാലും ഒന്ന് ഇങ്ങനെ അനക്കണേ, ഇതൊന്ന് കേക്ക്. ഒന്ന് അമൽ, ശരിക്കും ചിന്തിക്ക്, എന്താണ് നമുക്ക് ഉപകാരപ്പെടുക? അമലിനെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇത് വേറൊരാളോടും പറയണ്ടല്ല. കാരണം എന്തറിയോ? എന്തൊക്കെ മരണം നമ്മളിപ്പോ കേൾക്കുന്നത്. ചിരിച്ചല്ലേ ആളുകൾ പോകുന്നത്. നിങ്ങളെ ഈ അടുത്ത ആഴ്ചകളിലൊക്കെ കണ്ടിട്ടുള്ള മരണത്തിന്റെ രീതി നിങ്ങൾ എടുത്ത് നോക്കൂ. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഭാഗത്ത് പിന്നെ ഒരു വെടിക്കെട്ട് അപകടത്തിൽ, ഞാൻ ആ ഭാഗം പറയാനല്ല പറഞ്ഞത് കേട്ടോ, പക്ഷെ ആ സംഭവിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് പിന്നെ വാർത്താ ചാനലുകളിൽ നിന്ന് വന്ന് ഇവരോട് അഭിമുഖം നടത്തിയപ്പോ ഏറ്റവും വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ വാർത്താ ചാനലുകാരെ ഇവർ അഭിമുഖീകരിക്കുന്നത്. അപ്പുറത്ത് നടന്ന ഒരു വാഹനത്തില്, നിങ്ങൾ നോക്ക്, എല്ലാരും പാടെ കൂടി പോകുന്നത് ഒരു വാഹനത്തിലാണ്. തിരിച്ചവരുടെ നാട്ടിലേക്ക് പോകുന്നത്, ആ സ്കൂൾ മുറ്റത്തേക്ക് പോകുന്നത് 9 വാഹനങ്ങളിലാണ്. നമ്മൾ അത്ര നേരെ ഉള്ളൂന്നാ. പടച്ചോൻ, നമ്മള് പടച്ചോന്റെ പേരെന്നെ പറഞ്ഞറിയോ? ഇന്നഹു ഹുവ വ അന്നഹു ഹുവ അൽഹക വ അബ്ക വ അന്നഹു ഹുവ അമാത വ അഹ്യ. അല്ലേ? അല്ലാഹുവാണ് ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും, അവനാണ് ജീവിപ്പിക്കുന്നവനും അവനാണ് മരിപ്പിക്കുന്നവനും. ഏത് ചിരിയും കൂട്ടക്കരച്ചിലുകളിലായിരിക്കും അവസാനിക്കുക. നമുക്കറിയില്ലല്ലോ, അത്ര നേരല്ലേ ഉള്ളൂ നമ്മള്. ആ നേരത്തിൽ ഇപ്പൊ നമ്മൾ പോയാല് അസറിനെ വേറെ ഒരു സംഗതിയാണ് നമ്മൾ പേരിലാണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അമല് കഴിഞ്ഞില്ലേ? ആ അമലിന്റെ ബലം എത്ര ഉണ്ടാവും? നമ്മുടെ നിസ്കാരത്തിന്റെ കോലം നിങ്ങൾ എടുത്തു നോക്ക്, നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എടുത്തു നോക്ക്, ചെയ്തു തീർത്ത അമലുകൾ. ഇനി രണ്ടാമത് പറഞ്ഞെന്നറിയോ? നമ്മുടെ മക്കളെ കുറിച്ച പ്രതീക്ഷയുള്ള മക്കളുണ്ടോ? ഏത് മക്കളാണ് നമുക്ക് വേണ്ടി തേടുക? ശരിക്കും ചിന്തിക്കേണ്ടത് ഒരു പ്രസംഗമല്ല. ഏത് മക്കളാണ് നമുക്ക് വേണ്ടി തേടുക? ഞാൻ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അറിയോ? നമ്മളും വാപ്പിയും വേണ്ടല്ല നമ്മക്ക്, നമ്മുടെ പാക്കും മാക്കും വേണ്ടി നമ്മൾ എത്ര തേടുന്നുണ്ട്. അത് അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. നമ്മൾ അവരെ മറന്നാൽ ഇപ്പുറത്ത് നമുക്ക് പ്രതീക്ഷിക്കാനുണ്ടോ? ചോദിച്ചോക്കെ. ഈ സമയം വെക്കേഷൻ തുടങ്ങുന്ന ആഴ്ചയിൽ നമ്മളൊരു ഖുതുബ നടത്തിയിരുന്നു. വെക്കേഷൻ ക്ലാസുകൾ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളിയിൽ വന്നിരുന്നാൽ പോലും അതോടുകൂടി എങ്ങനെ ഇരിക്കണമെന്ന് വരെ നമ്മുടെ മക്കൾക്ക് അറിയില്ല. കാരണം അവര് 5ാം ക്ലാസ് മദ്രസ ഇറങ്ങിപ്പോയതാ. 5 കൊല്ലായി 6 കൊല്ലായി അവർ പോയിട്ട് അവര് പഠിച്ച ഫാത്തിഹ സൂറത്ത് വരെ നമ്മുടെ മക്കൾ മറന്നുപോയി. ഒരു വെക്കേഷൻ ക്യാമ്പ് വരുമ്പോ ഒരു 2 ദിവസം ആ ക്യാമ്പിൽ ഇരുത്തിയിട്ട് ഇന്നാലിന്ന പ്രാർത്ഥനകൾ വരെ ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ബോധവാന്മാരാണോ? വെക്കേഷൻ കഴിഞ്ഞില്ലേ? മെയില് ഫസ്റ്റിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവരവരുടേതായ സാഹചര്യങ്ങൾക്ക് കൊണ്ടുപോയി. നമ്മളാണോ കുറ്റക്കാര്, അതോ അവരായിരിക്കുമോ? സഹോദരങ്ങളെ, അടുത്ത മാസം ഫസ്റ്റില് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഈ പള്ളിയിലും ചുറ്റുഭാഗത്തുള്ള പല സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായി നമ്മുടെ മക്കളെ എത്തിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഞാൻ പറഞ്ഞത് എന്തറിയാം? സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഇല്ലെങ്കിൽ നഷ്ടം നമുക്കാ.
മാത്രമല്ല ഓരോ അവസരങ്ങളെയും ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ചില ചരിത്രങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോ നമ്മൾ എത്ര നിസ്സാരന്മാരാണെന്നറിയാമോ? ചരിത്രത്തില് കാഴ്ചയിൽ, ഒറ്റ കാഴ്ചയിൽ മുടന്ത് ബാധിക്കാത്ത ഒരു പാകവും ഇല്ലാത്തൊരു സഹാബിയുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ജമൂഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒറ്റ കാഴ്ചയിൽ തന്നെ ഭയങ്കര മുടന്താണ്. ഉഹുദ് യുദ്ധത്തിന് വേണ്ടി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം നടത്തി. പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ഓടുക സൈന്യത്തിലേക്ക്. അപ്പൊ മക്കൾ പറഞ്ഞു ഉപ്പനോട്, ഉപ്പങ്ങൾ വരണ്ട, നിങ്ങൾ വന്നാൽ എല്ലാവർക്കും ഒരു പ്രയാസമായാലും. അപ്പൊ അത് കേൾക്കാൻ നിന്നില്ലെന്ന് മാത്രമല്ല, അപ്പൊ ആദ്യം ചെന്ന് സൈന്യത്തിന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ മക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെങ്കിലും ഒക്കെ പറഞ്ഞു വരെ തിരുത്താൻ വേണ്ടി നിൽക്കുക. വാപ്പ വന്നാ നമുക്ക് പ്രയാസാവോ നബിയെ, അതുകൊണ്ട് ഉപ്പൻ എങ്ങനെങ്കിലും ഒക്കെ പറഞ്ഞ് തിരിപ്പിക്കണം എന്ന് പറഞ്ഞു. നബി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വരണോന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹിനോട് അദ്ദേഹം പറഞ്ഞെന്തറിയാം? സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ജമൂഹ റളിയല്ലാഹു അൻഹു പറയാ, നബി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാം, പക്ഷേ ഇൻഫിറൂ ഹിഫാഫൻ വസിഖാലൻ വജാഹിദു ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നിങ്ങൾക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോഴും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ജീവധനാദികൾ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും അധ്വാനിക്കണം. ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹു വിചാരണ നടത്തുമ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി ശിപാർശ പറയാനുണ്ടാവും. അപ്പൊ നബി അങ്ങോട്ട് കയ്യോ വന്നോളാം. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, റസൂലേ എനിക്ക് ശക്തമായ ശബ്ദമുണ്ട്, നല്ല ശബ്ദമുണ്ട്. ദ്വന്ദ്വ യുദ്ധം നടക്കുന്ന വേളയിൽ കൈകൊട്ടിയിട്ട് നമ്മുടെ സഹോദരങ്ങൾ യുദ്ധം ചെയ്യുമ്പോ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഭാഗത്ത് എനിക്ക് നിന്നൂടെ? എനിക്ക് കണ്ണിന് യാതൊരു കാഴ്ചക്ക് കുറവില്ല, ശക്തമായ കാഴ്ച എനിക്ക്. ദൂരെ നിന്ന് ശത്രുക്കൾ വരുമ്പോ അത് വീക്ഷിച്ച് ആ വിവരം നിങ്ങൾക്ക് തരാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് എനിക്ക് നിന്നൂടെ? എനിക്ക് തരാൻ മാലില്ല, മുതലില്ല റസൂലേ. പക്ഷേ മുറിവേറ്റ് നമ്മുടെ സഹപ്രവർത്തകർ ടെന്റിലേക്ക് വരുന്ന വേളയില് അവർക്ക് വെള്ളോ മരുന്നൊക്കെ കൊടുത്ത് അവരെ പരിചരിക്കാൻ ഒരാളായി നിന്നൂടെ? ഞാൻ വന്നോട്ടെ നിങ്ങളൊപ്പന്നാണ്. അദ്ദേഹം വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്തറിയാം? ആ പ്രാർത്ഥന മായാത്ത മഷി കൊണ്ട് എഴുതി വെക്കണം. അല്ലാഹുമ്മർസുഖ്നി ഷഹാദ, പടച്ചോനെ നീ എനിക്ക് ഷഹാദത്ത് തരണം, എനിക്ക് ഷഹാദത്ത് തരണം. വലാ തറുദ്ദനി ഇലാ അഹ്ലി ഖൈബ, എന്റെ വീട്ടിലേക്ക് പരാജിതനായി എന്നെ നീ തിരിച്ചു കൊണ്ടുവരരുത് റബ്ബേ. വഇന്നി ലമുസ്താഖുൻ ഇലൽ ജന്ന, സ്വർഗം കാണണമെന്ന്, സ്വർഗം കിട്ടണമെന്ന് വല്ലാത്ത പൂതിയുണ്ട് റബ്ബേ, വല്ലാത്ത പൂതിയുണ്ട്, ആഗ്രഹമുണ്ട്. നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, നിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോ റബ്ബേ എന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ച്, ഞാൻ ഇനി പറയാൻ സമയമില്ല, ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുക. പ്രിയപ്പെട്ടവരെ, ഒന്നങ്ങൾ ശരിക്കൊന്ന് ശാന്തായി ആലോചിച്ച് നോക്ക്. ചെയ്യാതിരിക്കാൻ എന്തെല്ലാം ന്യായങ്ങൾ വേണോ, ആ ന്യായങ്ങളെല്ലാം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. മനുഷ്യനാണ്, ന്യായങ്ങൾ മാറ്റിയിരിക്കാൻ എന്താ ചെയ്യാൻ കഴിയാതെ നോക്കുന്നത്. നോക്കി ഇരിക്കുന്ന, പറയുന്ന, ഞാനടക്കം ഇരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവല്ലേ ഉള്ളൂ. നമ്മൾ എവിടെയെന്ന് നമ്മൾ ശരിക്ക് ആലോചിച്ചു നോക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മരണം എന്ന ബോധം നമുക്ക് ഹയവീയത്താണ് തരിക, നമ്മളെ എനർജറ്റിക് ആക്കുകയാണ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റീവായ ഏതെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരവസ്ഥയാണ് തരിക. മാത്രമല്ല, ഈ മരണബോധം കൊണ്ടുണ്ടാകുന്നത് എന്തറിയോ? ദുനിയാവ് വഞ്ചിക്കുന്ന ഒരു രംഗമാണ് എന്ന് ഒരു തീർത്തും ഒരു ബോധ്യം വരും. രണ്ടാമത്തെ സംഗതി എന്താന്ന് ചോദിച്ചാൽ, കിട്ടിയത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടും. അങ്ങനെയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, വരുന്ന ഏത് മുസീബത്താണെങ്കിലും ആ മുസീബത്തുകളിൽ നിന്ന് മറികടക്കാൻ നമുക്ക് തോന്നും. കാരണം എന്താ? ഇനി വരാനിരിക്കുന്നത് ഇതിനേക്കാളും വലിയ പ്രയാസമുള്ളതാണെങ്കിൽ ഇതൊരു പ്രയാസമല്ലല്ലോ. ചില ആളുകൾ പറയാറുണ്ടല്ലോ,
പുഴ കടക്കണം, ആ മനുഷ്യന്റെ മുമ്പിൽ തോട് കടക്കണം എന്നുള്ളത് വലിയ പ്രശ്നമല്ലല്ലോ. എങ്കിൽ അതൊക്കെ നിസ്സാരമായിട്ടാണ് അവർക്ക് തോന്നുക. ദുർവികാരങ്ങളെ നശിപ്പിക്കും, ഹൃദയത്തിന് ശക്തി പകരും. ഓർക്കുക, മരണബോധം എന്ന് പറയുന്നത് മരിക്കണല്ലോ എന്നുള്ള ചിന്ത അല്ല, എനിക്ക് പോകണല്ലോ എന്നുള്ളതാ. നിസ്കാരത്തിന് വരെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് എന്തറിയോ? നീ നിസ്കരിക്കാൻ നിൽക്കാന്നുണ്ടെങ്കിൽ ഒരു യാത്ര ചോദിക്കുന്നവന്റെ നമസ്കാരം പോലെ നീ ചെയ്യണമെന്ന് പറയണം. എന്താന്ന് ചോദിച്ചാൽ ആ ബോധ്യം വരണം. ചുറ്റുപാടുകളിലുള്ള മരണങ്ങളെല്ലാം നമുക്കും യാത്ര ചെയ്യേണ്ടതാണ് എന്ന ബോധമാണ് ആ തരുന്നത്. കിടക്കപ്പായ പോലും സുരക്ഷിതമല്ല എന്ന വാർത്തയല്ലേ വരുന്നത്? ആ കിടക്കുന്ന പായെന്നല്ലേ ആ ചെറിയൊരു പാമ്പ് കടിച്ചിട്ട് നമ്മുടെ മക്കൾ പോകുന്നത്. ശ്രദ്ധ വേണം, കരുതലുകൾ വേണം. ചൂട് കൂടുകയാണ്, ഒക്കെ ശരിയാണ്. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ ഖൽബിന്റെ അടിയിൽ ഉണ്ടാകണം. അങ്ങനെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ബോധ്യത്തോട് അവനെ ഓർമ്മ വെച്ചുകൊണ്ട്, അവനിലുള്ള ഓർമ്മ നിലനിർത്തിക്കൊണ്ട് സംതൃപ്തമായ ജീവിതം കാഴ്ചവെക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൽ ഈമാനോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ആദ്യം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നാളെ വൈകുന്നേരം ഈ HMT കോളനിയിൽ വെച്ച് നമ്മളുടെ തൗഹീദാണ് ഇസ്ലാമിന്റെ നിദാനം എന്ന് പറയുന്ന, അടിത്തറ എന്ന് പറയുന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മളൊരു വലിയൊരു പ്രചരണ പരിപാടി നടക്കുന്നുണ്ട്. പരമാവധി നമ്മുടെ സഹോദരങ്ങളെല്ലാം ആ ദീനി മജ്‌ലിസിൽ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്തും സംഭവിക്കാം. ഏത് ചിരികളും ഏത് കൂടിച്ചേരലും ഒക്കെ മറ്റൊരു സന്ദർഭങ്ങളിലായിട്ട് മാറുകയും ചെയ്യാം. അതുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് ദഅവത്തുൽ മുസാഫിർ എന്നാണ്. അപ്പോ നമുക്ക് ചിരിക്കാം, കളിക്കാം, ഉല്ലസിക്കാം, അതൊക്കെ മാനുഷികമായ പ്രകൃതമാണ്. പക്ഷെ വെറും അർമാദിക്കൽ മാത്രമാകരുത്. നമ്മളെയൊക്കെ ഓരോ സമയങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് നഷ്ടപ്പെടുന്നത് സമയമാണ്. നമ്മുടെ കയ്യിലുള്ളത് സമയമാണ്. നമുക്ക് ഇന്നുള്ളത് എന്താണ്? അവർക്ക് നഷ്ടപ്പെട്ടത് സമയമാണ്, നമുക്കുള്ളത് സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എനിക്ക് തോന്നുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ ഇമാം മുസ്ലിം റഹിമഹുല്ല തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. നിങ്ങൾ എന്റെ കൂടെ പറയണം കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജ്അതി നിഖ്മതിക വജമീഇ സഹതിക യാ റബ്ബൽ ആലമീൻ. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിന് ചോദിക്കാം, മിൻ സവാലി നിഅമതിക, നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങി പോകുന്നതിനെ തൊട്ട്. അല്ലെ, ആരോഗ്യത്തിലുള്ള സൗഖ്യം, സമ്പത്തിലുള്ള സൗഖ്യം, കുടുംബ ജീവിതത്തിലുള്ള സൗഖ്യം കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പരീക്ഷണല്ലേ. പഠിച്ചോനെ, ആ അനുഗ്രഹങ്ങളെല്ലാം നീങ്ങി പോകുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. പിന്നെ ഇതേ ആശയം തന്നെ ജീവിതത്തില് സൗഖ്യം, സുഖം അനുഭവിക്കുന്നവരാണ് നമ്മള്.
ആ സുഖം എന്ന് പറയുന്നത് എത്ര വേഗം കൊണ്ടാ മാറിപ്പോകുക എന്നറിയോ? ചിലപ്പോ ഒരു ചെറിയ ടെസ്റ്റ് മതി. ആ ടെസ്റ്റാണ് നമ്മൾ വിചാരിക്കാതിരിക്കും മറ്റോ പറഞ്ഞിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്തതാണ്. ആ ടെസ്റ്റ് ചെയ്യാൻ പോയ ആൾക്ക് ഒരു അസുഖമല്ല, പറഞ്ഞ് നീ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിച്ചപ്പോഴാണ് ഇതിന്റെ എല്ലാ അസുഖവും നഷ്ടപ്പെട്ടു, ആഫിയത്ത് മാറിപ്പോവുക എന്ന് പറഞ്ഞ് നീങ്ങിപ്പോവുക. മാത്രമല്ല ഒരു ഹുതുബന്നെ പറഞ്ഞെന്നാലും തീരാത്തൊരു വാക്കാണ് കേട്ടോ. ചില പ്രയാസങ്ങൾ പെട്ടെന്ന് വരിക എന്ന് പറയുന്നത്, ചില പെട്ടെന്നുള്ള മരണങ്ങൾ, അതിനൊക്കെ കുറെ വ്യാഖ്യാനിക്കാനുണ്ട്, ഞാനത് പറയല്ല. പക്ഷെ ജീവിതത്തിൽ പെട്ടെന്ന് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരിക, അതോടൊപ്പം തന്നെ പടച്ചോന്റെ കോപങ്ങൾ ഒന്നിച്ചു വരിക, ഇതിനൊക്കെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് എപ്പോഴും കാവലിനെ ചോദിക്കണം. അതാണ് ഓരോ സന്ദർഭങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്ക്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജ്അതി നിഖ്മതിക വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ. റബ്ബേ, നീ എന്നോട് കോപിക്കരുതേ, പടച്ചോനെ എന്നെ ശിക്ഷിക്കരുതേ, നീ എന്റെ എല്ലാ ദേശങ്ങളിൽ നിന്നും, അല്ലെ, നിന്റെ എല്ലാ ദേശങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അതേപോലെ തന്നെ നിന്നെ ദേഷ്യപ്പെടുത്തുന്ന എല്ലാ കർമ്മങ്ങളിൽ നിന്നും എന്നെ നീ കാത്തു രക്ഷിക്കണമേ. ഇത്തരം പ്രാർത്ഥനകളൊക്കെയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. എപ്പോ പടച്ചോ വിളിച്ചാലും നമ്മൾ പോകണം. നമ്മുടെ ഓരോ നടത്തവും നമ്മുടെ മരണത്തിലേക്കാണെന്നുള്ളൊരു ഓർമ്മയും നമുക്കുണ്ടാവണം. എപ്പോ വിളിച്ചാലും സുരക്ഷിതത്വം ലഭിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ പടച്ചവൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉമ്മത്തിനെയും ഒക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്, ആശുപത്രിയിൽ കിടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കള് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിച്ച് ആഫിയത്തുള്ള ജീവിതം തന്ന് നീ ഞങ്ങളെ തുണക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ സാഹചര്യങ്ങൾ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അന്നം തരുന്ന ഞങ്ങളുടെ നാടുകളും ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ പ്രതിസന്ധിയിലാണ്. റബ്ബേ, നിന്റെ മഹത്തായ ഫദ്ലും റഹ്മത്തും കൊണ്ട് എല്ലാ മുസീബത്തുകളിൽ നിന്നും കാത്ത് രക്ഷിക്കണമേ റബ്ബേ. റബ്ബേ, ഈ ലോകം വിട്ട് പിരിയുമ്പോ നിന്നെ സന്തോഷത്തോടുകൂടെ നിന്റെ നാമം ഉച്ചരിച്ചു നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് തന്ന് ഞങ്ങളെ തുണക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة كلها وعذاب القبر وعذاب النار. اللهم حسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.